ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വൻപയറും കായും കൊണ്ടൊരു തോരനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു പാത്രത്തിൽ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം പയറൊന്ന് കഴുകി പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടുന്ന കായ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കായുടെ 2 സൈഡും വെട്ടി വൃത്തിയാക്കി തൊലി ഇരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് നല്ല കറയുള്ളത് കൊണ്ട് ഈ അരിഞ്ഞു വെച്ച കായ ആദ്യം നമുക്ക് കഞ്ഞിവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. പിന്നീട് ഒരു തവണ പച്ചവെള്ളത്തിൽ കൂടി കഴുകി മാറ്റി വെക്കാവുന്നതാണ്. ശേഷം ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, 7 ചെറിയ ഉള്ളി, മുളകിന് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. 10-15 മുളക് എടുത്തിട്ടുണ്ട്. ചെറിയ തണ്ട് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മാറ്റി വെക്കാം. വൻപയർ വെന്ത് വരുമ്പോൾ വെള്ളം കളഞ്ഞൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പാത്രം അടുപ്പിൽ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളക് ഒടിച്ചതും 2 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ തട്ടിയിട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കായ വെന്ത് ഒന്ന് വെള്ളം വച്ച് വരുമ്പോഴേക്കും അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇട്ട അരപ്പിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും മാറ്റി വെക്കാം. ഇതുപോലെ പാളയംകോടൻ്റെയൊക്കെ കായൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കായ ഒരു 3/4 വേവാകുമ്പോഴേക്കും അരപ്പൊക്കെ ചേർത്തൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കായ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.